ഹായ് ഓൾ, വെൽക്കം ടു ഹോംലി പ്രോഫിറ്റ്സ്. ഇന്ന് ജൂലൈ 30 ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയുടെ 50 മിനിറ്റ്സ് ക്യാൻഡിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പം ഇന്നത്തെ ചാർട്ടിൽ ഈ ലൈൻസ് സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ലൈൻസ് ഇന്നലെ ഞാൻ വരച്ചിരുന്ന ലൈൻ തന്നെയാണ്. അപ്പം ഇന്നിപ്പം മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയത് ഈ ഒരു ലെവലിലാണ്. അതായത് 56,300 എന്ന് പറയുന്നത് നല്ലൊരു സപ്പോർട്ട് റെസിസ്റ്റൻസ് സോൺ ആയിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. അവിടെയാണ് ഇന്ന് മാർക്കറ്റ് ഓപ്പണായി നല്ലൊരു സെൽ ഓഫ് വന്ന് ഈ ഒരു ലെവലിൽ നിന്ന് ഇന്ന് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തു. അതായത് ജസ്റ്റ് ഒരു ചെറിയൊരു നാരോ റേഞ്ചിലാണ് ഇന്ന് മാർക്കറ്റ് ഉണ്ടായിരുന്നത്. അപ്പം ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു ഈ ഒരു റേഞ്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു മൂവ് കിട്ടണമെങ്കിൽ ഈ ഒരു ലെവലിന്, അതായത് 56,300 മുകളിലേക്കാണ് നമുക്ക് നല്ലൊരു മൂവ് കിട്ടുക എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഷോർട്ട് നോക്കുകയാണെങ്കിൽ ഈ 56,000 എന്ന് പറയുന്നത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോൺ ആണെന്നും ഞാൻ പറഞ്ഞിരുന്നു. അപ്പം മാക്സിമം വന്നു കഴിഞ്ഞാൽ ഇപ്പം സെല്ലിങ് വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു സപ്പോർട്ട് എടുക്കുമെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് മാർക്കറ്റ് ആ ഒരു ലെവൽ പോലും എത്തിയിട്ടില്ല. അത്രയ്ക്കും ഒരു നാരോ കൺസോൾട്ടേഷൻ ആയിരുന്നു ഇന്ന് ബാങ്ക് നിഫ്റ്റിയിൽ. അപ്പം ഇനിയിപ്പം ഈ ഒരു ലെവലിൽ തന്നെ ഇന്ന് ഫുൾ ഡേ മാർക്കറ്റ് ഈ ഒരു ചെറിയ ലെവലിൽ തന്നെയാണ് ഇന്ന് നിന്നത്. ഇപ്പം ഇനി നിഫ്റ്റിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിൻ്റെ കേസിലും ഇതേപോലെ തന്നെയാണ്. നിഫ്റ്റിൻ്റെ കേസിലും വളരെ നാരോ ആയിട്ടുള്ള ഒരു റേഞ്ച് തന്നെയായിരുന്നു ഇന്ന്. ഇപ്പോൾ ഇന്നലെ ഞാൻ ഈ സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ലൈൻസ് എന്ന് പറയുന്നത് ഇന്നലെ ഞാൻ വരച്ച സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ലൈനാണ്. അപ്പം ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയത് ഈ ഒരു റേഞ്ചിലാണ്. ഈ 24,880 ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നത് ഞാൻ ഇന്നലെ വരച്ച ലൈനാണ്. ഇത് നല്ലൊരു റെസിസ്റ്റൻസ് സോൺ ആയിരുന്നു. അപ്പം ഇവിടെ ഓപ്പണായി മാർക്കറ്റ് ഡൗൺ അടിച്ച് ഈ ഒരു സപ്പോർട്ട് ലൈനിലാണ് 24,800ലാണ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. അപ്പം ഇവിടെയൊക്കെ നമുക്ക് ചെറുതായിട്ട് ഇപ്പം സ്കാൽപ്പിംഗ് ചെയ്യുന്നവർക്ക് മാത്രമേ ഇവിടെ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലേക്ക് ചെറുതായിട്ടുള്ള എൻട്രീസ് അല്ലാണ്ട് ഇന്ന് നല്ല എൻട്രീസ് ഒന്നും അധികം ഡയറക്ഷണൽ മൂവ് കിട്ടിയിട്ടില്ല. അപ്പം ഇവിടെ നമുക്ക് ചെറിയ എൻട്രീസ് ഒക്കെ കിട്ടും. വീണ്ടും മാർക്കറ്റ് ബയേഴ്സ് ട്രൈ ചെയ്തു. പക്ഷേ ഈ ട്രൈയിലും മാർക്കറ്റ് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാൻ ബയേഴ്സിനെ കൊണ്ട് ആയില്ല. അപ്പം ഈ ഒരു ലെവലിൽ നിന്ന് സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് സോൺ ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അതിനുശേഷം ആഫ്റ്റർ 12 ഒക്കെ ആയപ്പോൾ വളരെ നാരോ റേഞ്ചിലേക്ക് മാർക്കറ്റ് പോയി. അപ്പം വളരെ നാരോ റേഞ്ച് ആയിട്ടുള്ളൊരു കൺസോൾട്ടേഷൻ ആയിരുന്നു ഇന്ന് ആഫ്റ്റർനൂൺ നോക്കുകയാണെങ്കിൽ ഇന്ന് നിഫ്റ്റിയിൽ സംഭവിച്ചത്. അപ്പം നിഫ്റ്റിയിലാണെങ്കിലും ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിലും ഇന്നലെയൊക്കെ നല്ല മൂവ് കിട്ടി. അപ്പം ഇന്ന് എന്ന് പറയുന്നത് വളരെ നാരോ ആയിട്ടുള്ള ഒരു റേഞ്ചിലാണ് ഇന്ന് മാർക്കറ്റ് ഉണ്ടായത്. അപ്പം നാളത്തെ ലെവൽസ് അല്ലെങ്കിൽ നാളെ ഇപ്പം എക്സ്പയറി ആണ്, അപ്പം മന്ത്ലി എക്സ്പയറി ആണ്. അപ്പം അതെങ്ങനെയാണ് ഏതൊക്കെയാണ് മേജർ ആയിട്ടുള്ള സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എന്ന് നമുക്ക് നോക്കാം. ഇത് നിഫ്റ്റിയുടെ ഡേ ക്യാൻഡിലാണ്. ഈ ഡേ ക്യാൻഡിൽ ഇന്ന് ക്ലോസ് വന്നിരിക്കുന്നത് താഴ്ന്ന് കുറച്ച് റിജക്ഷൻ വന്ന് ഇന്നലത്തെ ക്ലോസ് അല്ലെങ്കിൽ അതിന് മുകളിൽ കുറച്ച് മുകളിലേക്ക് പോയിട്ടാണ് ഇന്നത്തെ ക്ലോസ് വന്നിരിക്കുന്നത് നിഫ്റ്റീൻ്റെ. പക്ഷെ നമ്മുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് ഈ റേഞ്ച് തന്നെയാണ്. നമ്മുടെ മെയിൻ ആയിട്ടുള്ളൊരു സപ്പോർട്ട് സോൺ വരുന്നത് ഈ ഒരു റേഞ്ച് തന്നെയാണ്. അതുപോലെ തന്നെ നാളെ ഇപ്പോൾ എക്സ്പയറി ആണ്. അപ്പം നാളെ നല്ലൊരു മൂവ് കിട്ടും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓരോ റേഞ്ച് ബ്രേക്ക് ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും നാളത്തെ ഒരു മൂവ് ഉണ്ടാവുക. അപ്പം ഇന്നത്തെ ഡേ ക്യാൻഡിൽ വെച്ചിട്ട് നാളെ ഒരു ബുള്ളിഷ് ആയിരിക്കും എന്ന് നമുക്ക് പറയാനും പറ്റില്ല. ഇപ്പം ബാങ്ക് നിഫ്റ്റിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇന്ന് ക്ലോസ് വന്നിരിക്കുന്നത് ഈ ഒരു ക്യാൻഡിലിൻ്റെ ഉള്ളിൽ തന്നെയാണ്. ഒരു ഇൻസൈഡ് ബാർ ആയിട്ടാണ് ഇന്ന് ബാങ്ക് നിഫ്റ്റി വന്നിരിക്കുന്നത്. അപ്പം ബാങ്ക് നിഫ്റ്റിൻ്റെയും ഡേ ക്യാൻഡിൽ വെച്ചിട്ട് നമുക്ക് ഒരു ബുള്ളിഷ് എന്ന് നമുക്കിതിൽ പറയാൻ പറ്റില്ല. അപ്പം നാളത്തെ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് വരയ്ക്കാൻ വേണ്ടിയിട്ട് നിഫ്റ്റീൻ്റെ 50 മിനിറ്റ്സ് ക്യാൻഡിൽ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് ഡേറ്റാസ് ഞാനിവിടെ സെൻസിബിളിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ക്ലോസിംഗ് പ്രൈസ് വന്നിരിക്കുന്നത് 24,821.1 ആണ്. മാക്സ് പെയിൻ വന്നിരിക്കുന്നത് 24,900 ആണ്. അതുപോലെ തന്നെ PCR വന്നിരിക്കുന്നത് 0.78 ആണ്. PCR വാല്യൂ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ഇപ്പോഴും മാർക്കറ്റ് ഒരു ബെയറിഷ് ആയിട്ട് തന്നെയാണ് ഉള്ളത്. അതുപോലെ തന്നെ ഹയസ്റ്റ് കോൾ OI വന്നിരിക്കുന്നത് 25,000ലാണ്. ഈ 25,000 എന്ന് പറയുന്നത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് സോൺ തന്നെ ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം ഈ 25,000 മുകളിലേക്ക് പോയാലാണ് നമുക്കൊരു മാർക്കറ്റ് ഒരു ബുള്ളിഷ് നിന്ന് മാറി എന്നെങ്കിലും നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പോഴും നല്ല സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് സോൺ ആയിട്ട് വരുന്നത് 25,000 തന്നെയാണ്. ഹയസ്റ്റ് പുട്ട് OI വന്നിരിക്കുന്നത് 24,800ലാണ്. നല്ല റൈറ്റിംഗ് ഈ ഒരു സപ്പോർട്ട് ലൈനിലും വന്നിട്ടുണ്ട്.
അതുപോലെ തന്നെ ഈ കോൾ OA ചേഞ്ച് വന്നിരിക്കുന്നത് 24,900ലാണ്. പുട്ട് OA ചേഞ്ച് വന്നിരിക്കുന്നത് 24,850ലാണ്. അപ്പം 800 മുകളിലായിട്ട് 24,850ൽ തന്നെ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു പുട്ട് അഡീഷനും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ ഇപ്പം മെയിൻ ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് സോൺ എന്ന് പറയുന്നത് 25,000 തന്നെയാണ്. അപ്പം നമുക്ക് ഇത് നല്ല ഇപ്പം നാളെ ഇപ്പം എക്സ്പയറി ആണ്. അപ്പം ഇത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് സോൺ ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഇനിയിപ്പം അതിന് താഴെ നമുക്ക് ഈ ഒരു റേഞ്ച് ഇപ്പം 24,900ൽ നമുക്ക് അടുത്തൊരു റെസിസ്റ്റൻസ് സോണും ഉണ്ട്. അപ്പം ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ടുള്ള രണ്ട് റെസിസ്റ്റൻസ് സോൺ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് സോൺ വരുന്നത് 24,900ലാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന മെയിൻ ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് സോൺ വരുന്നത് 25,000ലാണ്. ഇനി സപ്പോർട്ട് സോൺ നോക്കുകയാണെങ്കിൽ മെയിൻ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോൺ വരുന്നത് ഈ 24,800ലാണ് മെയിൻ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോൺ വരുന്നത്. അതെന്ന് പറഞ്ഞാൽ ഈ ഒരു റേഞ്ച് തന്നെയാണ്. ഈ ഒരു റേഞ്ച് ഇപ്പം നോക്കുകയാണെങ്കിൽ നമുക്ക് ഇന്ന് മാർക്കറ്റ് ഉണ്ടായിരുന്ന ആ ഒരു റേഞ്ച് തന്നെയാണ് ഈ 24,800 എന്ന് പറയുന്ന സപ്പോർട്ട്. ഇനി ഇത് കഴിഞ്ഞ് ഇത് ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോവുകയാണെങ്കിൽ പിന്നെ നമ്മുടെ അടുത്തൊരു സപ്പോർട്ട് വരുന്നത് ഈ 24,700ലാണ് പിന്നെ അടുത്തൊരു സപ്പോർട്ടായിട്ട് വരുന്നത്. അപ്പം ഇതാണ് മെയിൻ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോൺ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് സോൺ ആയിട്ട് ഇപ്പോൾ നിഫ്റ്റിയിൽ വരുന്നത്. ഇത് കൂടാണ്ട് ഇന്ന് മാർക്കറ്റ് ഉണ്ടായിരുന്നത് ഈ ഒരു റേഞ്ചിലാണ്, അതായത് ആഫ്റ്റർനൂൺ. ഇവിടെ ഇപ്പം പുതിയതായിട്ട് കുറച്ച് പുട്ട് റൈറ്റേഴ്സ് ഈ ഒരു റേഞ്ചിൽ, അതായത് 850 റേഞ്ചിൽ പുതിയ കുറച്ച് പുട്ട് റൈറ്റിംഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റേഞ്ചിലേക്ക് ഒരു കുറച്ചധികം ഒരു പുട്ട് റൈറ്റിംഗ് ഇപ്പോൾ OA ചേഞ്ച് നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് 24,850ലാണ്. അപ്പം 24,850ൽ കുറച്ചധികം പുട്ട് റൈറ്റേഴ്സ് ഈ ഒരു സ്ട്രൈക്ക് പ്രൈസിൽ റൈറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിപ്പം ഓക്കെ ഇതില്ലെങ്കിൽ കൂടി ഇപ്പം അത് അങ്ങനെ അനലൈസ് ചെയ്യുന്നവർക്ക് അത് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതും കൂടി വരച്ചത്. അപ്പം ഇത് അവോയ്ഡ് ചെയ്താൽ പോലും ഈ ഒരു റേഞ്ച് ഇപ്പം നാളെ ഇപ്പം എക്സ്പയറി ആണ്. അപ്പം ഈ ഒരു റേഞ്ചിൽ അതായത് 24,800നും 24,900ലും എക്സ്പയർ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം ഈ ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ ഡേറ്റ വെച്ചിട്ട് ഈ ഒരു റേഞ്ചിൽ നിൽക്കാനുള്ള മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ നിൽക്കാനുള്ള ചാൻസും ഉണ്ട്. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് മാർക്കറ്റ് നിന്ന് ഒരു റേഞ്ച് എന്ന് പറഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു റേഞ്ചാണ്. അപ്പം ഇതിൽ തന്നെ മാർക്കറ്റ് നിന്ന് എക്സ്പയർ ആവാനുള്ള ചാൻസും ഉണ്ട്. അതല്ല ഇത് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഈ ഒരു ലെവല് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി ഇവിടെ ഒരു പുൾ ബാക്ക് കിട്ടി പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ 25,000 വരെ പോകാനുള്ള ചാൻസും ഉണ്ട്. പക്ഷേ ഈ 25,000 എന്ന് പറയുന്നത് സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് സോണാണ്. അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല ഒരു റാലി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ അത് ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസും വളരെ കുറവാണ്. ഇപ്പം നമ്മൾ ഷോർട്ട് നോക്കുകയാണെങ്കിലും ഈ ഒരു ലെവല് ബ്രേക്ക് ചെയ്ത് ഇവിടെ ഒരു സപ്പോർട്ട് എടുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു സപ്പോർട്ട് വരുന്നത് 24,700 ആണ്. അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ലെവലിലാണ് പിന്നെ അടുത്തൊരു സപ്പോർട്ട് ലെവൽ വരിക. അപ്പം ഇതാണ് പിന്നെ അടുത്തത് നമ്മുടെ ഒരു സപ്പോർട്ട് ലെവലായിട്ട് വരിക. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ നാളെ ഇപ്പം ബാങ്ക് നിഫ്റ്റീൻ്റെ എക്സ്പയറി ആണ്. അപ്പോൾ ഒരു നല്ലൊരു ബ്രേക്ക്ഔട്ട് ലോങ് അല്ലെങ്കിൽ ഷോർട്ട് പോയാൽ നല്ലൊരു മൂവ് ആയിരിക്കും. അതല്ലെങ്കിൽ ഈ ഒരു റേഞ്ചിൽ തന്നെ മാർക്കറ്റ് നിൽക്കാനുള്ള ചാൻസും ഉണ്ട്. അപ്പം മോസ്റ്റ്ലി ഇത് നിൽക്കാനുള്ള ഒരു ചാൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു റേഞ്ചിലാണ്. അപ്പം നാളെ ഓപ്പണിംഗ് ആയി കഴിഞ്ഞ് ഒരു മാക്സ് പെയിനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു മൂവ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. അതിനനുസരിച്ച് നല്ലൊരു മൂവ് കിട്ടി നല്ല ഒരു ഹൈ വോളിയം ബ്രേക്ക്ഔട്ടൊക്കെ വന്ന് നല്ല ഫുൾ ബാക്കിലൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഈ 25,000 വരെയൊക്കെ ഇപ്പോൾ ലോങ് ആണെങ്കിൽ 25,000 വരെയും ഷോർട്ട് ആണെങ്കിൽ ഈ ഒരു റേഞ്ച് വരെയൊക്കെ പോകാനുള്ള ചാൻസ് ആണ് ഉള്ളത്. അതല്ലെങ്കിൽ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ തന്നെ നിൽക്കാനുള്ള ചാൻസും ഉണ്ട്. അപ്പം ഈ ഒരു റേഞ്ച് എന്ന് പറയുന്ന ഒരു ക്രൂഷ്യൽ റേഞ്ച് തന്നെയാണ്. അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്താലാണ് നമുക്ക് നല്ലൊരു മൂവ് കിട്ടുക. അപ്പോൾ ഇതാണ് നിഫ്റ്റീൻ്റെ ഒരു
ഡേറ്റ വെച്ചിട്ട് നമുക്ക് ഇന്നത്തെ ഒരു ഡേറ്റ വെച്ചിട്ട് പറയാൻ പറ്റുക. നിഫ്റ്റീൻ്റെ ഡേറ്റ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റീൻ്റെ ഇന്ന് ക്ലോസിംഗ് പ്രൈസ് വന്നിരിക്കുന്നത് 56,222 ആണ്. മാക്സ് പെൻ വന്നിരിക്കുന്നത് 56,300 ആണ്. അപ്പം നാളെ ഇപ്പം ബാങ്ക് നിഫ്റ്റീൻ്റെ ആണെങ്കിൽ മന്ത്ലി എക്സ്പയറി ആണ്. അപ്പം ഈ ഒരു റേഞ്ചിൽ മാക്സ് പെൻ വന്നിരിക്കുന്നത് 56,300 അപ്പോൾ ഇതിൽ എക്സ്പയർ ആവാനുള്ള ചാൻസ് ആണ് ഇന്നത്തെ ഒരു ഡേറ്റ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ നാളെ ഇപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞ് നമ്മൾ ഇത് ഈ മാക്സ് പെൻ ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് റേഞ്ചിലാണ് മാർക്കറ്റ് ക്ലോസ് ആവാൻ ചാൻസ് ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ PCR എന്ന് പറയുന്നത് 0.6 ആണ്. 0.6 എന്ന് പറയുമ്പോൾ ഒരു ബെയറിഷ് പ്രൈസിലാണ് ഇപ്പോഴും മാർക്കറ്റ് ഉള്ളത്. ഇനി ഹയസ്റ്റ് കോൾ OA വന്നിരിക്കുന്നത് 56,500 ആണ്. ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ ഡേറ്റ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് 57,000 ആണ്. പക്ഷേ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 56,500 ആണ്. കാരണം ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മെയിൻ ആയിട്ടുള്ള സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് സോൺ എന്ന് പറയുന്നത് 57,000 തന്നെയാണ്. അപ്പോൾ ഞാൻ വരയ്ക്കുമ്പോൾ ഞാനത് കാണിച്ചു തരാം. ഇപ്പോൾ ഇതിൽ ഞാൻ എടുത്തിരിക്കുന്നത് 56,500 ആണ്. ഇതൊരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ട് ഒരു തന്നെ ഉണ്ട്. ഇനി നോക്കുകയാണെങ്കിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് 56,000 ആണ്. അപ്പോൾ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളൊരു സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് ഈ 56,000 തന്നെയാണ്. ഇനി ഹയസ്റ്റ് കോൾ OA വന്നിരിക്കുന്നതും ഹയസ്റ്റ് പുട്ട് OA വന്നിരിക്കുന്നതും ഈ 56,200 ആണ്. അപ്പോൾ മാക്സ് പെൻ വന്നിരിക്കുന്നതും 56,300 ആണ്. അപ്പം ഈ ഒരു റേഞ്ച് എന്നുള്ളത് 56,200 എന്ന് പറയുന്നത് കൂടുതലായിട്ട് കോൾ റൈറ്റിംഗ് അല്ലെങ്കിൽ പുട്ട് റൈറ്റിംഗ് നന്നായിട്ട് ഇന്ന് നടന്നിട്ടുണ്ട്. അപ്പോൾ ഓപ്പൺ OA ചേഞ്ച് നോക്കുകയാണെങ്കിൽ OA പുട്ടിൻ്റെ ആണെങ്കിലും കോളിൻ്റെ ആണെങ്കിലും ഈ ഒരു സ്ട്രൈക്ക് പ്രൈസിൽ നന്നായിട്ട് റൈറ്റിംഗ് നടന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ ചാർട്ടിൽ വരയ്ക്കുകയാണെങ്കിൽ ഇത് ഞാൻ എടുത്ത് പറയണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ അതിൽ മാർക്ക് ചെയ്തില്ല എന്നുള്ളൂ. ഈ 57,000 ഒബ്വിയസ്ലി ഇതാണ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് സോണായിട്ട് ഉള്ളത്. അപ്പം ഇതിന് തൊട്ട് താഴെ ഇപ്പോൾ കാരണം നമ്മുടെ മാർക്കറ്റ് ഇത്രയാണ്. ഇപ്പോൾ ഇത്രയും നല്ലൊരു മൂവ് നാളെ പോകും എന്നുള്ളത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് കൂടുതലായിട്ടും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് സോൺ അല്ലെങ്കിൽ സപ്പോർട്ട് സോണാണ് ഞാൻ വരയ്ക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അതിൽ എഴുതാത്തത്. അപ്പം മെയിൻ ആയിട്ടുള്ള റെസിസ്റ്റൻസ് സോൺ എന്ന് പറയുന്നത് 57,000 തന്നെയാണ്. അതിന് താഴെ നമുക്ക് അടുത്ത ഒരു റെസിസ്റ്റൻസ് സോൺ മെയിൻ ആയിട്ടുള്ള റെസിസ്റ്റൻസ് സോൺ വരുന്നത് ഈ 56,500 56,500 അടുത്ത നല്ലൊരു റെസിസ്റ്റൻസ് സോൺ വരുന്നത്. ഇനി നോക്കുകയാണെങ്കിൽ സപ്പോർട്ട് സോൺ വരുന്നത് മെയിൻ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോൺ വരുന്നത് 56,000 തന്നെയാണ്. അപ്പം ഈ 56,000 എന്ന് പറയുന്നത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോൺ ആണ്. അപ്പം ഇതാണ് മെയിൻ ആയിട്ടുള്ളൊരു സപ്പോർട്ട് സോൺ ആയിട്ട് വരുന്നത്. ഇനി നമ്മൾ ചാർട്ടിലും ഓപ്പൺ ഇൻട്രസ്റ്റും എല്ലാം കൂടി നോക്കുകയാണെങ്കിൽ 56,200 നന്നായിട്ട് കോൾ റൈറ്റിംഗ് അല്ലെങ്കിൽ പുട്ട് റൈറ്റിംഗ് നടക്കുന്നുണ്ട്. അപ്പം അതും ഇപ്പോൾ ചാർട്ടിൽ ഇതും കൂടി നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നത് ഒരു 56,200 ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നത് നമുക്കൊരു സോണായിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. അപ്പോൾ നോക്കുകയാണെങ്കിൽ മെയിൻ ആയിട്ടുള്ള റെസിസ്റ്റൻസ് സോൺ വരുന്നത് ഈ രണ്ട് റേഞ്ചുകളാണ്, 56,500 57,000. സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് സോൺ വരുന്നത് ഈ ഒരു റേഞ്ചിലാണ് മെയിൻ ആയിട്ടുള്ളൊരു സപ്പോർട്ട് സോൺ വരുന്നത്. ഇനി ഇപ്പം നാളത്തെ ഒരു മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഈ ഒരു റേഞ്ചിൽ ഈ ഒരു ഇൻ ബിറ്റ്വീൻ ഈ ഒരു റേഞ്ചിൽ ക്ലോസ് ആവാനുള്ള ചാൻസും ഉണ്ട്. അതല്ല എങ്ങോട്ടേക്കെങ്കിലും നല്ലൊരു മൂവ് പോകുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ ഒരു റേഞ്ചിൽ നിന്ന് ഈ മാർക്കറ്റ് ഡൗൺ അടിച്ച് ഇതിനൊരു പുൾ ബാക്ക് എടുത്ത് താഴേക്ക് പോവുകയാണ്. ബ്രേക്ക് ആവാനുള്ള ചാൻസ് പ്രോബബിലിറ്റി വളരെ കുറവാണ്. ഇൻ കേസ് അത് ബ്രേക്കായ നല്ല മൂവ് താഴേക്കാണെങ്കിലും കിട്ടും. അതല്ല മുകളിലേക്കാണെങ്കിലും ഇത് ബ്രേക്ക് ചെയ്ത് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി ഇവിടെ ഒരു ഈ റേഞ്ചിന് മുകളിൽ സപ്പോർട്ട് എടുത്ത് പോയാൽ പിന്നെ അടുത്ത ഒരു നമ്മളെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ 56,500 ആണ്. ഇത് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയാൽ അടുത്തൊരു സപ്പോർട്ട് എന്ന് പറയുന്നത് 57,000 ആണ്. അപ്പം ഇതാണ് മെയിൻ ആയിട്ടുള്ള ഒരു ലെവൽസ് വരുന്നത്. അതല്ല ഇപ്പം നാളെ ഇപ്പോൾ എക്സ്പയറി ആയതുകൊണ്ട് ഈ ഒരു റേഞ്ചിൽ തന്നെ നിൽക്കാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. അപ്പം മാക്സ് പെയിൻ വന്നിരിക്കുന്നത് 56,300 അപ്പം ഈ ഒരു റേഞ്ചിൽ മാർക്കറ്റ് നിൽക്കാനുള്ള ചാൻസും ഉണ്ട്. അതല്ല ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്ത് മുകളിലേക്കോ താഴേക്കോ പോവുകയാണെങ്കിൽ നല്ല മൂവും കിട്ടും. അപ്പം ഒരുപാട് സ്റ്റോപ്പ് ലോസുകൾ ഈ ഒരു ഏരിയയിലാണെങ്കിലും ഈ ഒരു ഏരിയയിലാണെങ്കിലും ഉണ്ട്. അപ്പം ഏതെങ്കിലും ഒരു ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഒരു മൂവ് നമുക്ക് കിട്ടും. പക്ഷേ മന്ത്ലി എക്സ്പയറി ആണ്. അപ്പം മാത്രം
ട്രേഡ് ലോങ് ആണെങ്കിലും ഷോർട്ട് ആണെങ്കിലും ഒരു കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം മാത്രം കയറുക. ബ്രേക്കൗട്ട് അല്ലെങ്കിൽ ഫേക്ക് ബ്രേക്കൗട്ടൊക്കെ തന്ന് ആ റേഞ്ചിലേക്ക് തന്നെ വീണ്ടും കയറി ആ റേഞ്ചിൽ തന്നെ എക്സ്പയർ ആവാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പം അതിനനുസരിച്ച് വേണം നാളെ ട്രേഡ് എടുക്കാൻ. താങ്ക് യു.